Hi, welcome back to another video of Jumana's Learning Web. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ബാലൻസ് ഷീറ്റിൻ്റെയും ഫോർമാറ്റും പിന്നെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ട്രേഡിംഗ് അക്കൗണ്ട് പോലെ തന്നെ രണ്ട് പെർട്ടിക്കുലേഴ്സ് കോളം, രണ്ട് എമൗണ്ട് കോളാണുള്ളത്. ഹെഡിങ് കൊടുക്കണം. പിന്നെ ഐറ്റംസ് വരുന്നത് ഡെബിറ്റ് സൈഡിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ക്രെഡിറ്റ് സൈഡിൽ ഇൻഡയറക്റ്റ് ഇൻകംസുമാണ്. നമുക്കിനി ഐറ്റംസ് ചെക്ക് ചെയ്യാം. ഗ്രോസ് ലോസ് ബ്രോഡൗൺ എന്നാണ് ഫസ്റ്റ് ഐറ്റം കൊടുത്തിരിക്കുന്നത്. ഗ്രോസ് ലോസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഗ്രോസ് ലോസ് ആണ് കിട്ടുന്നതെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കാണിക്കണം. ഇൻ കേസ് ഗ്രോസ് പ്രോഫിറ്റ് ആണ് ട്രേഡിങ്ങിൽ കിട്ടുന്നതെങ്കിൽ അതും P&Lലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ബട്ട് ക്രെഡിറ്റ് സൈഡിലേക്കായിരിക്കും. ഇതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ വരുന്നത് എക്സ്പെൻസസ് ഡെബിറ്റ് സൈഡിൽ, ഇൻകംസ് ക്രെഡിറ്റ് സൈഡിൽ. എക്സ്പെൻസസ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. സാലറീസ്, റെൻറ്റ്, റേറ്റ് ആൻഡ് ടാക്സ്, ഇൻഷുറൻസ് പ്രീമിയം, ഇതൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണെന്ന് വെച്ചാൽ പ്രൊഡക്ഷനുമായിട്ട് ബന്ധമില്ലാത്ത എക്സ്പെൻസസ്. ഓഫീസ് അല്ലെങ്കിൽ സെല്ലിംഗ് എക്സ്പെൻസസ്. സോ സാലറീസ്, റെൻറ്റ്, റേറ്റ് ആൻഡ് ടാക്സ്, ഇൻഷുറൻസ് പ്രീമിയം. നെക്സ്റ്റ് അഡ്വർടൈസിങ്, പിന്നെ കമ്മീഷൻ പെയ്ഡ്, ഡിസ്കൗണ്ട് അലൗഡ്, റിപ്പേഴ്സ് ആൻഡ് റിന്യൂവൽ, ബാഡ് ഡെബ്റ്റ്സ്. ഇങ്ങനെ എന്ത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് വന്നാലും നമ്മളത് P&L അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ട്രാവലിംഗ് എക്സ്പെൻസ്, ബാങ്ക് ചാർജ്, സെയിൽസ് ടാക്സ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് ടാക്സ്, ഇതൊക്കെ വന്നാലും നമ്മൾ ഡിപ്രിസിയേഷൻ ഓൺ ഫിക്സ്ഡ് അസറ്റ്, ഇതെല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ലാസ്റ്റ് നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നൊരു ഐറ്റം കൊടുത്തിട്ടുണ്ട്. ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ട്രേഡിങ് ചെയ്ത പോലെ തന്നെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ബാലൻസ് ചെയ്യുമ്പം ഡെബിറ്റ് സൈഡിലാണ് എമൗണ്ട് കുറവ് വരുന്നതെങ്കിൽ, ഡിഫറൻസ് വരുന്നതെങ്കിൽ നമ്മളതിനെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയും. ആ എമൗണ്ടാണ് ഇവിടെ കാണിക്കേണ്ടത്. നെറ്റ് പ്രോഫിറ്റ് എന്ന് എഴുതിയിട്ട് ഈ കോളത്തിൽ കാണിക്കണ എമൗണ്ട്. ഇനി നമുക്ക് ഇൻകം സൈഡ് നോക്കാം. ഇൻകം സൈഡിൽ ആദ്യത്തെ ഐറ്റം ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. ഈ ഐറ്റംസ് ഒന്നും ഈ ഓർഡറിൽ തന്നെ എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇതിലിങ്ങനെ കൊടുത്തതേ ഉള്ളൂ. ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് നമുക്ക് എഴുതാം. ഡിസ്കൗണ്ട് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്. നമുക്ക് കിട്ടുന്ന ഇൻകം എല്ലാം നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കാറ്. ഇത് ഇൻഡയറക്റ്റ് ഇൻകം ആയതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. ഡയറക്റ്റ് ഇൻകം ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് കാണിക്കും. ഇനി ബാക്കി ഐറ്റംസ് കാണിക്കാം. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നു, അത് ഇൻകമാണ്. റെൻറ്റ് റിസീവ് ചെയ്യുന്നു, അതും ഇൻകമാണ്. അങ്ങനെ നമുക്ക് എന്തെല്ലാം റിസീവ് ചെയ്യുന്നു, ഇൻകമായിട്ട് എന്തെല്ലാം കിട്ടുന്നു, അതെല്ലാം ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. നമ്മൾ പേ ചെയ്യുന്നത് നമുക്ക് എക്സ്പെൻസസും ലോസസും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡെബിറ്റ് സൈഡിലും, ഇൻകംസും ഗെയിൻസും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിലും കാണിക്കണം. ഇവിടെയും നെറ്റ് ലോസ് എന്ന് കാണിച്ചിരിക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ഏതെങ്കിലും ഒന്നേ വരത്തുള്ളൂ. ഇൻകം സൈഡിലാണ് കുറവ് വരുന്നതെങ്കിൽ അവിടെ നെറ്റ് ലോസ് എന്ന് എഴുതി നമ്മൾ ആ എമൗണ്ട് എത്രയാണോ കുറവ് വന്ന എമൗണ്ട് ആ എമൗണ്ട് ഇവിടെ ഷോ ചെയ്യണം. നെക്സ്റ്റ് ബാലൻസ് ഷീറ്റ്. നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് നോക്കാം. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റീസും അസറ്റ്സുമാണ് വരുന്നത്. 4 കോളംസ് ആണുള്ളത്. ലയബിലിറ്റി കോളം, അസറ്റ് കോളം, അതുപോലെ തന്നെ 2 എമൗണ്ട് കോളം. ലയബിലിറ്റീസ് എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം ക്യാപിറ്റൽ ഒരു ലയബിലിറ്റിയാണ്. ബിക്കോസ് കമ്പനി ലയബിളാണ്, ഓണർക്ക് ആ എമൗണ്ട് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് കമ്പനിയുടെ ബാധ്യതയാണ്. സോ ക്യാപിറ്റൽ ലയബിലിറ്റി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. ഈ നെറ്റ് പ്രോഫിറ്റ് എവിടെ നിന്ന് കിട്ടിയതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണ് ഈ നെറ്റ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബാലൻസ് ഫിഗർ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് നെറ്റ് ലോസ് ആണ് P&L ചെയ്തപ്പോൾ കിട്ടിയെങ്കിൽ നെറ്റ് ലോസ് നമ്മൾ ലെസ് ചെയ്ത് കാണിക്കണം. നെക്സ്റ്റ് ഐറ്റം ഡ്രോയിങ്സും എപ്പോഴും ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്യണം. നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം, ഡ്രോയിങ്സ് ലെസ് ചെയ്യണം. നെറ്റ് ലോസ് ആണെങ്കിൽ ലെസ് ചെയ്യണം. അതുപോലെ തന്നെ ലോണ് ലയബിലിറ്റി ആണല്ലേ. സൺട്രി ക്രെഡിറ്റേഴ്സ്, നമ്മൾ പൈസ പേ ചെയ്യാനുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റേഴ്സ്. സൺട്രി ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റിയാണ്. ബിൽസ് പേയബിൾ ലയബിലിറ്റിയാണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ലയബിലിറ്റിയാണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അതും ലയബിലിറ്റിയാണ്. ഇനി അസറ്റ് സൈഡിൽ വരുന്നത് ഗുഡ് വില്ല്, ലാൻഡ് ആൻഡ് ബിൽഡിങ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ഇൻവെസ്റ്റ്മെൻറ്റ്, ക്ലോസിംഗ് സ്റ്റോക്ക്, സൺട്രി ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്സ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്. ഇത്രയും ഐറ്റംസ് ആണ് അസറ്റ് സൈഡിൽ വരുന്നത്. സോ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡിലും ഇത്ര ഐറ്റംസ് ആണ് വരുന്നത്. എപ്പോഴും ബാലൻസ് ഷീറ്റ് നമുക്ക് ടാലി ആയിട്ട് തന്നെ കിട്ടണം, എന്നാൽ മാത്രമേ നമ്മുടെ ആൻസർ ശരിയാവുകയുള്ളൂ.
ഇനി നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഐറ്റംസ് ചെക്ക് ചെയ്തിട്ട് ഇത് ഏതൊക്കെ അക്കൗണ്ട്സിലേക്കാണ് പോകുന്നതെന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഫോർ എക്സാമ്പിൾ ക്യാഷ് ഇൻ ഹാൻഡ് ഒരു അസറ്റാണ്. സോ എ എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ടൈം സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എളുപ്പമായിരിക്കും ചെയ്യാൻ. അതല്ല മോട്ടോർ കാർ ഒരു അസറ്റാണ്. ഡ്രോയിങ്സ് നമ്മളെപ്പോഴും ലയബിലിറ്റി സൈഡിലുള്ള ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്താണ് കാണിക്കാറ്. സോ ഡ്രോയിങ്സ് ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. നമുക്ക് എൽ എന്ന് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് ലീഗൽ ചാർജസ് ഇതൊരു എക്സ്പെൻസ് ആണല്ലേ. ഇനി എക്സ്പെൻസ് ആണെന്ന് മനസ്സിലായി. അതിന് ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണോ എന്ന് മനസ്സിലാക്കണം. ലീഗൽ ചാർജസ് എന്തായാലും പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസ് അല്ല. സോ ഇത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയതുകൊണ്ട് നമ്മൾ P&Lന്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കാറ്. P&L. അടുത്തത് പ്ലാന്റ് ആൻഡ് മെഷീനറി ഒരു അസറ്റാണ്. ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതും അസറ്റാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെയാണ് കാണിക്കുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിലെ ഫസ്റ്റ് ഐറ്റമാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. നെക്സ്റ്റ് സെയിൽസ് റിട്ടേണും ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഇത് ട്രേഡിംഗ് അക്കൗണ്ടിലെ ഐറ്റമാണ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ സെയിൽസിൽ നിന്ന് മൈനസ് ചെയ്തിട്ടാണ് സെയിൽസ് റിട്ടേൺ കാണിക്കുന്നത്. നെക്സ്റ്റ് സാലറീസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സോ P&L അക്കൗണ്ട്. അടുത്തത് ഡിസ്കൗണ്ട് അലൗഡ് ഒരു എക്സ്പെൻസ് ആണ്. അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സോ നമുക്ക് P&L അക്കൗണ്ടിലാണ് അത് ഷോ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്യാരേജ് ഇൻവേഡ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോൾ ഞാൻ പറഞ്ഞത് ക്യാരേജ് അല്ലെങ്കിൽ ക്യാരേജ് ഇൻവേഡ്, അതും അല്ലെങ്കിൽ പർച്ചേസ് ഓൺ ക്യാരേജ് എന്ന് വന്നാലും നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. സോ ട്രേഡിംഗ് അക്കൗണ്ട്. നെക്സ്റ്റ് വേജസ്, അതും ട്രേഡിംഗ് അക്കൗണ്ടിലെ ഐറ്റമാണ്. അത് പോസ്റ്റേജ് എക്സ്പെൻസ് ആണ്, ബട്ട് അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സോ P&L കാണിക്കണം. നെക്സ്റ്റ് ഡെപ്റ്റേഴ്സ് നമുക്ക് അസറ്റാണ്. ബിക്കോസ് നമുക്ക് നമ്മുടെ ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ തരാൻ ഉള്ള ആളെയാണ് നമ്മൾ ഡെപ്റ്റർ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഇത് ഡെബിറ്റ് സൈഡിൽ തന്നേക്കുന്ന ഐറ്റമാണ്. സോ ഇതൊരു എക്സ്പെൻസ് ആണ്. ഇൻട്രസ്റ്റ് പെയ്ഡ് ആണ്. ഡെബിറ്റ് സൈഡിലാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്നതല്ല, നമ്മൾ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് എക്സ്പെൻസ് ആണ്. P&L അക്കൗണ്ടിൽ കാണിക്കും ഡെബിറ്റ് സൈഡിൽ. നെക്സ്റ്റ് ഇൻഷുറൻസ് പ്രീമിയം P&L. പർച്ചേസ് ട്രേഡിങ്ങിന് വരുന്ന ഐറ്റമാണ്. നെക്സ്റ്റ് ക്യാപിറ്റൽ നമുക്ക് ലയബിലിറ്റി ആണല്ലേ. ഡിസ്കൗണ്ട് റിസീവ് ചെയ്യുന്നു, അത് ഇൻകം ആണ്, പക്ഷെ അത് ഇൻഡയറക്റ്റ് ഇൻകം ആയതുകൊണ്ട് P&L. സെയിൽസ് ട്രേഡിങ്ങിൽ ഡയറക്റ്റ് ഇൻകം ആണ് സെയിൽസ് അല്ലേ. സോ നമ്മളത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. നെക്സ്റ്റ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കാനുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റേഴ്സ്. സോ അത് ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ ക്രെഡിറ്റ് സൈഡിലാണ് തന്നിരിക്കുന്നത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിന് നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ്, അതൊരു ഇൻകം ആണ്, ഇൻഡയറക്റ്റ് ഇൻകം ആണ്. സോ അത് P&L കാണിക്കും. നെക്സ്റ്റ് പർച്ചേസ് റിട്ടേൺ നമ്മൾ ട്രേഡിങ്ങിലാണ് കാണിക്കുന്നത്. ലാസ്റ്റ് ഐറ്റം ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞാൽ അതും ഒരു ലയബിലിറ്റിയാണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. ഒരുമിച്ച് തന്നെ ഫോർമാറ്റ് വരച്ചിട്ട് ഓരോന്നിലേക്കും നമുക്ക് ഐറ്റംസ് എടുത്ത് എഴുതാം. സോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ. ലാസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് as on 31st March 2014 28,000. സോ ക്ലോസിംഗ് സ്റ്റോക്കും നമ്മൾ കാണിക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് രണ്ട് സൈഡിൽ കാണിക്കും. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കും, മറ്റൊന്ന് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലും കാണിക്കും. ഞാനത് രണ്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്, ട്രേഡിംഗ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും. നമുക്ക് ട്രയൽ ബാലൻസിന് ശേഷം എക്സ്ട്രാ എന്തെങ്കിലും തരുവാണെങ്കിൽ അതിനെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയും. അത് നമ്മൾ രണ്ട് സ്ഥലത്ത് ഷോ ചെയ്യാറുണ്ട്. അതിന് വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉള്ള വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അതിൽ ബാക്കി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിവിടെ ഐറ്റംസ് എല്ലാം മാർക്ക് ചെയ്ത് വെച്ചു. ട്രേഡിങ്ങിൽ വരുന്ന ഏതാണ്, P&L ഏതാണ്, അസറ്റ് സൈഡിൽ വരുന്നത് ഏതാണ്, ലയബിലിറ്റി സൈഡിൽ വരുന്ന ഏതാണ്, അതെല്ലാം മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം.
ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ അതിൻ്റെ ഫോർമാറ്റ് ഇതുപോലെ തന്നെ 2 പെർട്ടിക്കുലേഴ്സ് കോളം 2 എമൗണ്ട് കോളം. നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പേര് കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ട്രേഡിംഗ് അക്കൗണ്ടാണ്. സോ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് എഴുതി. ഇനി ഈ ഒരു സെൻറ്റൻസ് നമ്മളവിടെ കൊടുത്തിരിക്കണം. ഫോർ ദ ഇയർ എൻഡഡ് 31st March 2014. ഇങ്ങനെ നമ്മളവിടെ മെൻഷൻ ചെയ്തിരിക്കണം. ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2014. ഈ ഒരു സംഭവം ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവും. ഫോർ ദ ഇയർ എൻഡഡ് 31st March 2014 എന്നുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ഔട്ടർ കോളത്തിൽ എടുത്തെഴുതി. നെക്സ്റ്റ് പർച്ചേസ് 80,000 rupees ആയിരുന്നു. പർച്ചേസ് റിട്ടേൺ ഉണ്ടായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിൽ. സോ നമ്മൾ പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ ലെസ് ചെയ്ത് ഔട്ടർ കോളത്തിൽ കാണിച്ചു. പിന്നെ ബാക്കി എല്ലാ ഐറ്റംസും നമ്മൾ എടുത്തെഴുതി. വേജസ്, ക്യാരേജ് ഇൻവേഡ്, അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും ആയിരുന്നുള്ളത്. സെയിൽസിൽ ഇവിടെ സെയിൽസ് റിട്ടേൺ ഉള്ളതുകൊണ്ട് അത് ലെസ് ചെയ്തു. സെയിൽസ് 2,30,000 ആയിരുന്നു. സെയിൽസ് റിട്ടേൺ 2,500 rupees ഉണ്ട്. സോ സെയിൽസിൽ നിന്ന് ആ സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്ത് ഔട്ടർ കോളത്തിൽ കാണിക്കണം. ക്ലോസിംഗ് സ്റ്റോക്കും ഇവിടെ എഴുതി. അതിനുശേഷം ഈ 2 സൈഡും ബാലൻസ് ചെയ്യണം. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ബാലൻസ് ചെയ്യണം. ടോട്ടൽ ചെയ്യണം. ഇവിടെ ടോട്ടൽ ചെയ്തപ്പം ക്രെഡിറ്റ് സൈഡിലാണ് എമൗണ്ട് ബിഗറായിട്ട് വന്നത്. 2,55,500 rupees വന്നു. പക്ഷേ ഡെബിറ്റ് സൈഡിൽ കുറവ് എമൗണ്ടാണ് വന്നത്. ഡെബിറ്റ് സൈഡ് കൂട്ടി നോക്കിയപ്പോൾ ക്രെഡിറ്റ് സൈഡിനേക്കാൾ കുറവാണ് വന്നിട്ടുള്ളത്. സോ ആ ഡിഫറൻസ് എമൗണ്ട് നമ്മളിവിടെ ഏത് സൈഡിലാണോ കുറവ് അവിടെ നമ്മൾ ഷോ ചെയ്യണം. ഇവിടെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും കൂടെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും കൂടെ ഡിഫറൻസ് കണ്ടപ്പോൾ 1,21,500 rupees ആണ് കിട്ടിയത്. സോ ഡെബിറ്റ് സൈഡിലാണ് കുറവ് വന്നത്. അതുകൊണ്ട് തന്നെ നമ്മളത് ഗ്രോസ് പ്രോഫിറ്റ് എന്നും പറഞ്ഞ് ഡെബിറ്റ് സൈഡിൽ നമ്മൾ ആ എമൗണ്ട് ഷോ ചെയ്യണം. ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇങ്ങനെ എഴുതാൻ കാരണം ഈ എമൗണ്ട് നമ്മൾ P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ബാക്കി P&L അക്കൗണ്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇതുപോലെ തന്നെ ഇവിടെ നമ്മൾ നെയിമിംഗ് പഠിച്ച പോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും നെയിം ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2014 എന്നിട്ട് ഐറ്റംസ് എടുത്ത് എഴുതണം. നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഗ്രോസ് പ്രോഫിറ്റ് ആണ് കിട്ടിയത്. അത് ഡെബിറ്റ് ബാലൻസ് ആണ്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് വരുമ്പം നമ്മൾ ആ ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് ഓപ്പോസിറ്റ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ P&L അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്കും ട്രേഡിംഗ് അക്കൗണ്ടിൽ ഗ്രോസ് ലോസ് ആണെങ്കിൽ P&L അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്കുമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ബാക്കി ഐറ്റംസ് ഒക്കെ നമുക്ക് എടുത്തെഴുതാം. നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പമായിരിക്കും എടുത്തെഴുതാൻ. സാലറീസ്, ഇൻഷുറൻസ് പ്രീമിയം, ഡിസ്കൗണ്ട് അലൗഡ്, പോസ്റ്റേജ്, ഇൻട്രസ്റ്റ്, ലീഗൽ ചാർജസ് ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് എല്ലാം എഴുതി. അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ പിന്നെ വരുന്നത് ഡിസ്കൗണ്ട് റിസീവ്ഡും ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് നേരത്തെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തത്. അതിനുശേഷം നമ്മൾ ട്രേഡിങ്ങിൽ ചെയ്ത പോലെ 2 സൈഡും ടോട്ടൽ ചെയ്യുക. ഇവിടെ ടോട്ടൽ ചെയ്തപ്പം ഇവിടെയും ഡെബിറ്റ് സൈഡിലാണ് കുറവ് വന്നത്. കുറവ് വന്നപ്പം നമ്മുടെ ടോട്ടൽ കിട്ടിയ എമൗണ്ട് 1,28,700 rupees ആണ്. ആ എമൗണ്ടും ഡെബിറ്റ് സൈഡിലെ എമൗണ്ടും കൂടെ ഡിഫറൻസ് കണ്ടപ്പോൾ കിട്ടിയ എമൗണ്ടാണ് ഈ കാണിച്ചിരിക്കുന്നത് 1,11,500 rupees. അതിവിടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കണം. ഇവിടെ എക്സ്പെൻസസ് ആണ് നമുക്ക് കുറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത്. ഇൻകം ആണ് കുറയുന്നതെങ്കിൽ നമുക്ക് ലോസ്. ഇനി ബാലൻസ് ഷീറ്റിലേക്ക് പോവാം. ഇവിടെ എഴുതിയിരിക്കുന്നുണ്ട് നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് P&L ട്രാൻസ്ഫർ ചെയ്തോട്ട് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇനി അതിൻ്റെ നോക്കാം നമുക്ക്. ബാലൻസ് ഷീറ്റിനും ഹെഡിങ് കൊടുക്കണം. ബാലൻസ് ഷീറ്റ് as on 31st March 2014. അത് നമുക്ക് ഹെഡിങ് എഴുതാൻ എളുപ്പമാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ നേരത്തെ തന്നിട്ടുണ്ടായിരുന്ന ബാലൻസ് ഷീറ്റ് as on that date. സോ ബാലൻസ് ഷീറ്റ് as on 31st March 2014 അങ്ങനെ ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരുന്ന ഐറ്റംസ് നമുക്ക് എഴുതാം. ബിൽസ് പേയബിൾ ലയബിലിറ്റി ആണ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ക്രെഡിറ്റേഴ്സ്. അതുപോലെ ഇവിടെ അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ് ഡെപ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. ബാക്കി നോക്കാം. നമ്മൾ നേരത്തെ
നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. P&L അക്കൗണ്ടിൽ നമുക്ക് ബാലൻസ് വന്നത് ഡെബിറ്റ് സൈഡിലായതുകൊണ്ട് ബാലൻസ് ഫിഗർ എഴുതിയത് ഡെബിറ്റ് സൈഡിലായതുകൊണ്ട് അത് നെറ്റ് പ്രോഫിറ്റ് ആണ്. ആ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്ത് ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. ക്യാപിറ്റലിൻ്റെ എമൗണ്ട് 70,000 ആയിരുന്നു. അതിൻ്റെ കൂടെ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ആയ 1,11,500 റുപ്പീസ് ആഡ് ചെയ്ത് ആ എമൗണ്ട് ആണ് ഈ കാണിക്കുന്നത് 1,81,500. പിന്നെ നമുക്ക് ഡ്രോയിങ്സ് ഉണ്ടായിരുന്നു. ഡ്രോയിങ്സ് എപ്പോഴും നമ്മൾ ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്തിട്ടാണ് എഴുതാറ്. സോ ആ ടോട്ടലിൽ നിന്ന് ഡ്രോയിങ്സും കൂടെ ലെസ് ചെയ്തിട്ട് വേണം ഔട്ടർ കോളത്തിലേക്ക് കാണിക്കാൻ. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇത്ര ഐറ്റംസ് മാത്രമേ ലയബിലിറ്റി സൈഡിൽ വന്നിട്ടുള്ളൂ. ഇനി അസറ്റ് സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക്, ഇൻവെസ്റ്റ്മെൻറ്റ്, മോട്ടോർ കാർ, പ്ലാന്റ് ആൻഡ് മെഷീനറി, ബാക്കിയുള്ള ഐറ്റംസും കൂടെ എടുത്തെഴുതി. ഇനി നമ്മൾ ടോട്ടൽ ചെയ്ത് നോക്കുമ്പം രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. രണ്ട് സൈഡും ഈക്വൽ ആയാലേ നമ്മുടെ പ്രോബ്ലം ശരിയാവുള്ളൂ. എവിടെയെങ്കിലും ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തെടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും. സോ നിങ്ങൾ ഒന്നുകൂടെ റീചെക്ക് ചെയ്ത് നോക്കണം എത്ര എമൗണ്ടിൻ്റെ ഡിഫറൻസ് ആണ് വന്നതെന്ന്. ബാലൻസ് ഷീറ്റ് ടാലി ആയാൽ നിങ്ങൾ ചെയ്ത ആൻസർ ശരിയായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ലാതെ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉള്ള പ്രോബ്ലമാണ് ചോദിക്കുന്നത്. ഇത് പഠിച്ചാൽ മാത്രമേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എവിടെയൊക്കെ എഴുതാൻ പറ്റൂ എന്ന് മനസ്സിലാക്കി ചെയ്യാൻ പറ്റൂ. കാരണം ഇത് ബേസിക്സ് ആണ്. ഇതിനകത്തിലാണ് നമ്മളിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ കയറ്റിയിട്ട് ആൻസർ ചെയ്യേണ്ടത്. സോ ഇത് നിങ്ങൾ നന്നായിട്ട് ക്ലിയർ ആക്കുക. അതിന് വേണ്ടിയിട്ട് ട്രേഡിങ്ങിൻ്റെയും P&Lൻ്റെയും ബാലൻസ് ഷീറ്റിൻ്റെയും ഫോർമാറ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ബൈഹാർട്ട് ചെയ്യാതെ മനസ്സിലാക്കി വെക്കുക. ട്രേഡിങ്ങിൽ ഡയറക്റ്റ് എക്സ്പെൻസസും ഡയറക്റ്റ് ഇൻകം, P&Lൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ഇൻഡയറക്റ്റ് ഇൻകം, ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റീസും അസറ്റ്സും ആണ് വരുന്നത്. ഈ ഒരു കാര്യം മനസ്സിലാക്കി ഐറ്റംസും ഒന്ന് ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇനി അടുത്ത വീഡിയോയിലൂടെ ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നതായിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോസ് മറക്കാതെ വാച്ച് ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ പേര് ജുമാനാസ് ലേണിംഗ് വെബ്. താങ്ക് യു.